ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ അപ്രന്റീസ് നിയമനം. അപ്രന്റീസ് ആക്ട് 1961 പ്രകാരം വാഗൺ റിപ്പയർ ഷോപ്പിലേക്ക് ട്രേഡ് അപ്രന്റീസിനെ ക്ഷണിക്കുന്നു. 2143 ഒഴിവുകളാണ് വിവിധ ട്രേഡുകളിലായി ആകെ ഉള്ളത്. ഓൺലൈനായിട്ടാണ് ഇത് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2/4/2025, അതായത് ഏപ്രിൽ 2, 2025. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം. റായ്പൂർ ഡിവിഷൻ ആൻഡ് വാഗൺ റായ്പൂർ ഷോപ്പിലേക്കാണ് നിയമനം. ആദ്യം DRM ഓഫീസ് റായ്പൂർ ഡിവിഷനിലെ ഒഴിവുകൾ നോക്കാം. ട്രേഡ് വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്കൽ. ജനറൽ വിഭാഗത്തിന് 75, EWSന് 19, OBCക്ക് 50, SCക്ക് 28, STക്ക് 14, അങ്ങനെ ടോട്ടൽ 185 ഒഴിവുകളാണുള്ളത്. കൂടാതെ PWBDക്ക് 7, എക്സ് സർവീസ്മാന് 19 ഒഴിവുകളും ഉണ്ട്. അടുത്ത ട്രേഡ് ടർണർ ആണ്. ജനറൽ വിഭാഗത്തിന് 6, EWSന് 1, OBCക്ക് 4, SCക്ക് 2, STക്ക് 1, ഇങ്ങനെ ടോട്ടൽ 14 ഒഴിവുകളും കൂടാതെ PWDക്ക് 1, എക്സ് സർവീസ്മാന് 1 കണക്കാക്കിയിട്ടുണ്ട്. അടുത്ത ട്രേഡ് ഫിറ്റർ ആണ്. അതിൽ ജനറൽ വിഭാഗത്തിന് 76, EWSന് 19, OBCക്ക് 51, SCക്ക് 28, STക്ക് 14 ഉൾപ്പെടെ ആകെ 188 ഒഴിവുകളാണ് വരുന്നത്. ഇനി PWDക്ക് 8, എക്സ് സർവീസ്മാൻമാർക്ക് 19 ഒഴിവുകളും മാറ്റിവെച്ചിട്ടുണ്ട്. അടുത്തത് ഇലക്ട്രീഷ്യൻ ആണ്. ഇലക്ട്രീഷ്യൻ UR വിഭാഗത്തിന് 80, EWSന് 20, OBCക്ക് 54, SCക്ക് 30, STക്ക് 15, അങ്ങനെ ടോട്ടൽ 199 ഒഴിവുകളാണുള്ളത്. PWDക്ക് 8, എക്സ് സർവീസ്മാന് 20 കണക്കാക്കിയിട്ടുണ്ട്. ഇനി സ്റ്റെനോഗ്രാഫർ ഹിന്ദി. ജനറൽ വിഭാഗത്തിന് 3, EWSന് 1, OBCക്ക് 2, SCക്ക് 1, STക്ക് 1 ഉൾപ്പെടെ ആകെ 8 ഒഴിവുകളാണ് വരുന്നത്. കൂടാതെ എക്സ് സർവീസ്മാന് 1 ഒഴിവുമുണ്ട്. അടുത്തത് സ്റ്റെനോഗ്രാഫർ ഇംഗ്ലീഷ് ആണ്. ജനറൽ വിഭാഗത്തിന് 5, EWSന് 1, OBCക്ക് 4, SCക്ക് 2, STക്ക് 1, അങ്ങനെ ആകെ 13 ഒഴിവുകളാണ് വരുന്നത്. കൂടാതെ PWDക്ക് 1, എക്സ് സർവീസ്മാന് 1 ഒഴിവുകളും ഉണ്ട്. അടുത്തത് ഹെൽത്ത് ആൻഡ് സാനിറ്ററി ഇൻസ്പെക്ടർ. ജനറൽ വിഭാഗത്തിന് 13 ഒഴിവുകളും, EWSന് 3, OBCക്ക് 9, SCക്ക് 5, STക്ക് 2, അങ്ങനെ ടോട്ടൽ 32 ഒഴിവുകളാണുള്ളത്. PWDക്ക് 1, എക്സ് സർവീസിന് 3 സീറ്റ് മാറ്റിവെച്ചിട്ടുണ്ട്. അടുത്തത് വരുന്നത് കോപ്പ. ജനറൽ വിഭാഗത്തിന് 3, EWSന് 1, OBCക്ക് 3, SCക്ക് 2, STക്ക് 1, അങ്ങനെ ടോട്ടൽ 10 ഒഴിവുകളാണുള്ളത്. ഇവിടെ എക്സ് സർവീസ്മാന് 1 സീറ്റ് മാറ്റിവെച്ചിട്ടുണ്ട്. അടുത്തത് വരുന്നത് മെഷീനിസ്റ്റ് ആണ്. ജനറൽ വിഭാഗത്തിന് 5, EWSന് 1, OBCക്ക് 3, SCക്ക് 2, STക്ക് 1 ഉൾപ്പെടെ ആകെ 12 ഒഴിവുകളാണുള്ളത്. കൂടാതെ എക്സ് സർവീസ്മാന് 1 സീറ്റും ഒഴിവുണ്ട്. അടുത്തത് മെക്കാനിക് ഡീസൽ ആണ്. ജനറൽ വിഭാഗത്തിന് 14 ഒഴിവുകളും, EWSന് 3, OBCക്ക് 9, SCക്ക് 5, STക്ക് 3 ഉൾപ്പെടെ ആകെ 34 ഒഴിവുകളാണ് വരുന്നത്. കൂടാതെ PWDക്ക് 1, എക്സ് സർവീസിന് 3 ഒഴിവുകളുണ്ട്. അടുത്തത് മെക്കാനിക് AC. ജനറൽ വിഭാഗത്തിന് 4 ഒഴിവുകളും, EWSന് 1, OBCക്ക് 3, SCക്ക് 2, STക്ക് 1 ഉൾപ്പെടെ ആകെ 11 ഒഴിവുകളാണുള്ളത്. കൂടാതെ എക്സ് സർവീസ്മാന് 1 ഒഴിവും മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി ബ്ലാക്ക് സ്മിത്ത് ആണ് വരുന്നത്. ജനറൽ വിഭാഗത്തിന് ഒഴിവുകൾ 1, EWSന് ഒഴിവില്ല. ഇനിയും OBCക്ക് 1 ഒഴിവ്, SCക്ക് ഒഴിവില്ല, STക്ക് ഒഴിവില്ല. ടോട്ടൽ ഒഴിവുകൾ 2 ആണ് വരുന്നത്. PWDക്ക് എക്സ് സർവീസ്മാൻമാർക്കും ഒഴിവില്ല. അടുത്ത ട്രേഡ് മേസൺ. ജനറൽ വിഭാഗത്തിന് 1 ഒഴിവും, OBCക്ക് 1 ഒഴിവും ഉൾപ്പെടെ ആകെ 2 ഒഴിവുകളാണുള്ളത്. അടുത്ത ട്രേഡ് പൈപ്പ് ലൈൻ ഫിറ്റർ. ജനറൽ വിഭാഗത്തിന് 1 ഒഴിവും, OBCക്ക് 1 ഒഴിവും ഉൾപ്പെടെ ആകെ 2 ഒഴിവുകളാണുള്ളത്. അടുത്ത ട്രേഡ് കാർപ്പൻറ്റർ ആണ്. ജനറൽ വിഭാഗത്തിന് 2 ഒഴിവും, CWSന് 1 ഒഴിവും, OBCക്ക് 2 ഒഴിവും, SCക്ക് 1 ഒഴിവും ഉൾപ്പെടെ ആകെ 6 ഒഴിവുകളാണുള്ളത്. കൂടാതെ എക്സ് സർവീസ്മാന് 1 ഒഴിവും ഉണ്ട്. അടുത്തത് പെയിന്റർ ആണ്. ജനറൽ വിഭാഗത്തിന് 2 ഒഴിവും, EWSന് 1 ഒഴിവും, OBC വിഭാഗത്തിന് 2 ഒഴിവും, SCക്ക് 1 ഒഴിവും ഉൾപ്പെടെ 6 ഒഴിവുകളാണ് വരുന്നത്. എക്സ് സർവീസ്മാൻമാർക്ക് 1 ഒഴിവും ഉണ്ട്. അടുത്തത് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്സ്. ജനറൽ വിഭാഗത്തിന് 4 ഒഴിവും, EWSന് 1 ഒഴിവും, OBCക്ക് 2 ഒഴിവുകളും, SCക്ക് 1 ഒഴിവും, STക്ക് 1 ഒഴിവും ഉൾപ്പെടെ ആകെ 9 ഒഴിവുകളാണുള്ളത്. ഇനി എക്സ് സർവീസ്മാൻമാർക്ക് 1 ഒഴിവ് നീക്കിവെച്ചിട്ടുണ്ട്. ഇനി വാഗൺ റിപ്പയർ ഷോപ്പ് റായ്പൂരിലേക്കുള്ള ഒഴിവുകളെ പറ്റി നോക്കാം. ട്രേഡ്
ഫിറ്റർ ജനറൽ വിഭാഗത്തിന് 44 ഒഴിവുകളും EWS 11 ഒഴിവുകളും OBC 30 ഒഴിവുകളും SC 17 ഒഴിവുകളും ST 8 ഒഴിവുകളും ഉൾപ്പെടെ 110 ഒഴിവുകളാണുള്ളത്. കൂടാതെ PWBD 4 എക്സ് സർവീസ്മാൻമാർക്ക് 11 ഒഴിവുകളും ഉണ്ട്. അടുത്ത ട്രേഡ് വെൽഡർ ആണ്. ജനറൽ വിഭാഗത്തിന് 44 ഒഴിവുകളും EWS 11 ഒഴിവുകളും OBC 30 ഒഴിവുകളും SC 17 ഒഴിവുകളും ST 8 ഒഴിവുകളും ഉൾപ്പെടെ 110 ഒഴിവുകളാണുള്ളത്. കൂടാതെ PWBD 4 എക്സ് സർവീസ്മാൻമാർക്ക് 11 ഒഴിവുകളുമുണ്ട്. ഇനി അടുത്ത ട്രേഡ് മെഷീനിസ്റ്റ് ആണ്. ജനറൽ വിഭാഗത്തിന് 6 ഒഴിവും EWS 2 OBC 4 SC 2 ST 1 ഉൾപ്പെടെ 15 ഒഴിവുകളാണുള്ളത്. PWBD 1 എക്സ് സർവീസ്മാൻമാർക്ക് 2 ഒഴിവുകളുമുണ്ട്. അടുത്ത ട്രേഡ് ടർണർ ആണ്. ജനറൽ വിഭാഗത്തിന് 6 ഒഴിവും EWS 1 ഒഴിവും OBC 4 ഒഴിവും SC 2 ഒഴിവും ST 1 ഒഴിവും ഉൾപ്പെടെ 14 ഒഴിവുകളാണുള്ളത്. PWBD 1 എക്സ് സർവീസ്മാൻമാർക്ക് 1 ഒഴിവും ഉണ്ട്. അടുത്ത ട്രേഡ് ഇലക്ട്രീഷ്യൻ. ജനറൽ വിഭാഗത്തിന് 6 EWS 1 ഒഴിവും OBC 4 ഒഴിവും SC 2 ST 1 ഒഴിവും ഉൾപ്പെടെ ആകെ 14 ഒഴിവുകളാണുള്ളത്. PWBD 1 എക്സ് സർവീസ്മാൻമാർക്ക് 1 ഒഴിവും മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി ട്രേഡ് കോപ്പ. ജനറൽ വിഭാഗത്തിന് 2 OBC വിഭാഗത്തിന് 1 SC വിഭാഗത്തിന് 1 ഉൾപ്പെടെ 4 ഒഴിവുകളാണുള്ളത്. ഇനി അടുത്ത് വരുന്ന സ്റ്റെനോഗ്രാഫർ ഇംഗ്ലീഷ്. ആകെ 1 ഒഴിവുകൾ മാത്രമേ ഉള്ളൂ. അത് ജനറൽ വിഭാഗത്തിന് നീക്കിവെക്കപ്പെട്ടിരിക്കുന്നു. അടുത്തത് സ്റ്റെനോഗ്രാഫർ ഹിന്ദിയാണ്. അതിനും ഒറ്റ ഒഴിവ് മാത്രമേ ഉള്ളൂ. അത് ജനറൽ വിഭാഗത്തിനാണ്. ഇങ്ങനെ ആകെ തസ്തികകളിലായി 2143 ഒഴിവുകളാണ് ഉള്ളത്. പ്രായപരിധി നോക്കാം. പ്രായപരിധി 3/3/2025 15 വയസ്സിനും 24 വയസ്സിനും ഇടയിലായിരിക്കണം. ഇനി SC ST വിഭാഗത്തിന് 5 വർഷവും OBC വിഭാഗത്തിന് 3 വർഷവും എക്സ് സർവീസ്മാൻമാർക്കും അതുപോലെ തന്നെ PWBDക്കും 10 വർഷവും വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. ട്രെയിനിങ് പീരീഡും സ്റ്റൈപ്പൻഡ് നോക്കാം. ട്രെയിനിങ് പീരീഡ് 1 വർഷമാണ്. ആ കാലയളവിൽ റെയിൽവേ ബോർഡിന്റെ നിയമാനുസൃതമുള്ള സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നതാണ്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. മിനിമം ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സും +2ഉം 50% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. കൂടാതെ അതാത് ട്രേഡിൽ ITI കോഴ്സ് പാസ്സായിരിക്കണം. ഇനി അപേക്ഷിക്കേണ്ട വിധം നോക്കാം. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റ് apprenticeshipindia.gov.in. അപേക്ഷിക്കേണ്ട തീയതി 3/3/2025 മുതൽ 2/4/2025 വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. SC ST OBC വിഭാഗക്കാർ കൂടാതെ PWBD എക്സ് സർവീസ്മാൻമാർ ഇവരെല്ലാം റെലവന്റ് സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പി ഹാജരാക്കേണ്ടതാണ്. ഇനി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് ഗവൺമെന്റ് ഓതറൈസ്ഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഏതെങ്കിലും വിധത്തിൽ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യാനായിട്ട് ഒരു മൊബൈൽ നമ്പർ തന്നിട്ടുണ്ട്. നമ്പർ പറയാം: 7024149242. ഈ നമ്പറിൽ വർക്കിംഗ് ഡേയ്സ് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മുതൽ വൈകിട്ട് 5:30 വരെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത്. ഏവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.